ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എനിക്ക് മാത്രമല്ല ഒരുപക്ഷെ ഈ റൂമിലുള്ള പന്തിയിൽ കൂടുതൽ ആൾക്കാർക്ക് വളരെ ആകാംക്ഷയുള്ള ഒരു ദിവസമാണ്, വളരെ സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്. ബിക്കോസ് മലയാള സിനിമയിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പുതിയ കോൺസെപ്റ്റിന്റെ ചിത്രമാണ് മെയ് മാസം 24-ാം തീയതി തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത്. യെസ്, ഐ എം ടോക്കിംഗ് അബൌട്ട് അൽതാഫ്, സലീം ആൻഡ് അനാർക്കലി മാലിക്കാർ മെയിൻ കഥാപാത്രങ്ങളായി എത്താൻ പോകുന്ന മന്ദാകിനി എന്ന സിനിമ. ദിസ് ഈസ് ഗോയിങ് ടു ബി ആബ്സല്യൂട്ട്ലി സ്പെക്ടാക്കുലർ. സോ നല്ലൊരു കൈയ്യാവട്ടെ. മന്ദാകിനി ആദ്യം കേൾക്കുമ്പോൾ ഒരു പെണ്ണിന്റെ പേര് അതാണോ? അല്ലേ? ആയിക്കൂടെ? ആവാം. സോ ഈ സിനിമയുടെ പേര് അനാർക്കലിയുടെ പേര് മന്ദാകിനി ആയിരിക്കും. അതിലൊരു റൊമാൻസ് ആയിരിക്കും. ബിക്കോസ് കല്യാണം ഒക്കെ കഴിഞ്ഞത് എന്തോ സീക്രട്ട് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയ കോൺസെപ്റ്റ് ആണ്. കല്യാണം പറയുമ്പോൾ എനിക്കറിയാം എന്തെങ്കിലും ഒക്കെ നടക്കുന്നു. അതാണല്ലോ. പിന്നെ അൽതാഫ് എത്തുമ്പോ നമുക്ക് കുറച്ചുകൂടെ പ്രതീക്ഷിക്കാം. ബിക്കോസ് അൽതാഫിനെ കണ്ട് എസ്പെഷ്യലി ലാസ്റ്റ് ഞാൻ പ്രേമലുമാണ് കണ്ടത്. അവിടെയും കല്യാണം കഴിച്ചു, ഇവിടെ കല്യാണം കഴിഞ്ഞാൽ പോണോ? കല്യാണമാണ് ഒരു സെറ്റപ്പ്. എന്താണ് ഈ സിനിമയുടെ ഒരു 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 ടാഗ് ലൈൻ അല്ലെങ്കിൽ ഒരു ക്രക്സ് എന്ന് മനസ്സിലാക്കാത്ത വിധത്തിലാണ് എന്തായാലും ഇതൊക്കെ നിങ്ങളുടെ മുന്നിൽ ഇതുവരെ എത്തിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഈ സിനിമ നമുക്ക് വേണ്ടി കൊണ്ടുവരുന്നത് ആരാണെന്ന ചോദ്യമാണ്. സ്പയർ പ്രൊഡക്ഷൻസിന്റെ 4ാമത്തെ ചിത്രമായിട്ടാണ് മന്ദാകിനി എത്തുന്നത്. ആദ്യം ഒരു സംസ്കൃത സിനിമ ചെയ്തു, പിന്നെ ആഭാസം, എല്ലാവരും ഞാൻ പഠിച്ചോന്ന് വെറുതെ ആയോ? പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ. അപ്പൊ നമുക്ക് ആർക്കും കല്ലറിയാൻ പറ്റില്ല. അതിനുശേഷം വരുന്ന 4ാമത്തെ ചിത്രമാണ് മന്ദാകിനി. ആൻഡ് സ്പയർ പ്രൊഡക്ഷൻസിന്റെ ഓണർ മറ്റാരുമല്ല, സഞ്ജു ഉണ്ണിത്താൻ. നല്ലൊരു കാര്യമാവാം. സഞ്ജു, താങ്ക് യു. ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് അവരുടെ മലയാള സിനിമ അറിയാലോ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ജേർണിയിലാണ്. അതിപ്പം ഏത് ജോണർ ആണെങ്കിലും അത് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും മലയാളി പ്രേക്ഷകർ നെഞ്ചിലേറ്റി കഴിഞ്ഞു. ദേ ആർ റിയലി എക്സ്പെരിമെന്റിങ് എ ലോട്ട്. പുതിയ പുതിയ കോൺസെപ്റ്റ്സ് ആയിട്ട് വരുന്നു. ന്യൂ ഏജ് കോൺസെപ്റ്റ്സ്, ഓൾഡ് സ്കൂൾ കോൺസെപ്റ്റ്സ്. അത് പ്രസന്റ് ചെയ്യുന്ന രീതി, ഡിറക്ഷൻ മുതൽ റൈറ്റിംഗ്, ആക്ടിംഗ്, എഡിറ്റിംഗ്, സൗണ്ട്, മ്യൂസിക്, എല്ലാ മേഖലകളിലും ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക്. സോ മന്ദാകിനിയും അങ്ങനത്തെ ഒരു ടോട്ടൽ പാക്കേജ് ആവണം എന്നൊരു ആഗ്രഹം സ്പയർ പ്രൊഡക്ഷനിൽ ഉണ്ടായിരുന്നു. ആൻഡ് അതിന്റെ ഒരു മേൽനോട്ടം വഹിച്ചിരിക്കുന്നത് പ്രൊഡ്യൂസറായ സഞ്ജു ആണ്. ഈ ജേർണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു യാത്രയാണ്. അടിപൊളി. ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് ഒട്ടും അതൊരു വലുതായി കാണുക അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എന്ത് റീച്ചിലോട്ട് എത്തുക എന്ന രീതിയിലൊരു കൊമേഴ്സ്യൽ സാധനം എനിക്ക് അന്നും കിട്ടിയിട്ടില്ല, എനിക്ക് ഇന്നും കിട്ടിയിട്ടില്ല. ഇതിന്റെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എനിക്ക് അറിയാത്തൊരു ഫീൽഡാണ്, എനിക്ക് മനസ്സിലാവാത്തൊരു സാധനം. പക്ഷെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഒരാൾ നമ്മുടെ ഒരു കഥ പറയാൻ വരുന്ന സമയത്ത് നമ്മൾ ആ പറയുന്ന ആളുടെ ഒരു ഇന്റൻഷനും ആ വരുന്ന ആളിന്റെ ആ ഒരു സീരിയസ്നെസ് ഉണ്ടല്ലോ, നമ്മളെ തന്നെ വേറൊരാളിൽ കാണുക എന്ന് പറയുന്ന ഒരു ഫീലുണ്ട്. അതായത് എനിക്ക് ബേസിക്കലി ഈ കഥ ആദ്യമായിട്ട് പറയുന്ന സമയത്ത് ഷിജു എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് എനിക്ക് ഷിജു ഞാൻ കണ്ടത്. ഷിജു ആണ് ഇതിന്റെ DOP, ഷിജു ആണ് ഇതിന്റെ സ്റ്റോറി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്, എങ്ങാനും നിങ്ങൾക്ക് ബോറാവുകയാണെങ്കിൽ രാവിലെയാണ് പറയണം കേട്ടോ. അപ്പം ഷിജു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്, വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഷിജു കഥ പറയും. ഷിജു പറഞ്ഞു. അങ്ങനെ ഏറ്റവും അവസാനം ഞാൻ ചോദിച്ചു ആരാ ചെയ്യുന്നത്? ചേട്ടാ അൽത്താഫാ ചെയ്യുന്നത്. അൽത്താഫ് അനാർക്കലിയുടെ പാട്ടിൽ നമുക്കൊരു ഓൾറെഡി അനാർക്കലിയെ അറിയാം. അൽത്താഫ് ഹീറോ ആവുക എന്ന് പറയുന്ന സമയത്ത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഷിജുവിനോട് പറഞ്ഞു നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം, എങ്ങനെയാലും മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് വിനോദ് പിക്ചറിൽ വരുന്നത്, വിനോദ് കഥ പറയാൻ വരുന്നത്. വിനോദ് കഥ പറയുന്ന സമയത്തൊക്കെ ഷിജു ആണ് അപ്പോഴും കഥ പറയുന്നത്, വിനോദൊന്നും പറയുന്നില്ല. വിനോദ് അവിടെ ഒരു സൈഡിൽ ഇരിക്കും. ഞാൻ ഷിജുവിനോട് 2 ദിവസം കഴിഞ്ഞ് ചോദിച്ചു, ഈ മനുഷ്യനെ കൊണ്ട് പടം ചെയ്യാൻ പറ്റുമോ ഷിജു? ഇങ്ങനെ വർത്താനം പറഞ്ഞില്ല, ഇങ്ങനെ കഥ അറിയാവുന്ന പോലും എനിക്ക് തോന്നുന്നില്ല, പുള്ളിക്ക് പറ്റുമോ ഇല്ലയോ? ഷിജു നല്ല ചേട്ടാ മരുന്നുള്ളവനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മരുന്നുള്ളവനാണെങ്കിൽ നമ്മളെ പിടിച്ചോണ്ട് പോകും, പടം എടുക്കാൻ പറ്റുമോ? അല്ലേട്ടാ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും, നിങ്ങൾ നോക്കിക്കോ, ഒരു ഭീകരമായിട്ട് അവൻ പടം ചെയ്യും, എന്നെ വിശ്വസിക്കുന്നു പറഞ്ഞു. അപ്പോഴും എനിക്ക് വിനോദ വിശ്വാസം.
ഞാൻ നിങ്ങളുടെ പറയട്ടെ, നമ്മൾ ഒരുപാട് ഹ്യൂമർ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഹ്യൂമർ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത്ര ഓർഗാനിക് ആയിട്ട് വിനോദ ഡീറ്റെയിലിംഗ് ആയിട്ട് ഹ്യൂമറിനെ കൈകാര്യം ചെയ്ത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിനിമയുടെ കൊമേഴ്സ്യൽ അറിയാൻ വയ്യാത്തൊരു മനുഷ്യനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പക്ഷെ സിനിമ കാണാത്തൊരു മനുഷ്യനാണ് ഞാൻ ആരോടും പറയുന്നില്ല. ഞാൻ ഒരുപാട് സിനിമ കാണുന്ന മനുഷ്യനാണ്. ഞാൻ അത്രയ്ക്ക് ആഴ്ചയിലെ ഇതാണ് എൻ്റെ ബ്രീത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ സിനിമയാണ് എൻ്റെ എല്ലാം. അതിൽ പറയുവാണെങ്കിൽ വിനോദം എടുത്തു വെച്ചേക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള ഹ്യൂമർ റൈറ്റിംഗ്, ഒരു ശകലം പോലും ഹമ്പും ബമ്പും ഇല്ലാതെ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് ത്രൂ ഔട്ട് സാധനം ഒരു 2 മണിക്കൂർ എടുത്തു വെച്ചേക്കുന്ന സാധനം ഇത് എൻ്റെ ഗ്യാരണ്ടിയാണ്. നാളെ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു വാക്ക് പറയത്തുമില്ല. നിങ്ങൾക്ക് ഇത് നോട്ട് ചെയ്ത് അതാണ് നിങ്ങൾക്ക് മന്ദാകിനി. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മെയ് 24 നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പടം കാണാം. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ വളരെ ചെറിയ രീതിയിൽ ഞങ്ങൾ തുടങ്ങിയൊരു പടം. ഇന്ന് ബിബിൻ വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. ബിബിനാണ് മ്യൂസിക്. ബിബിനെ ഹാപ്പി അല്ലേ? ബിബിൻ ഡബ്സിയായിട്ട് ഒരു പാട്ടൊക്കെ ചെയ്ത് ഇന്റർനാഷണൽ ലെവലിൽ നിൽക്കുകയാണ്. പേര് ഇനി ബിബിന്റെ മാറ്റണം, നമുക്ക് വേറൊരു പേരാക്കണം. ഡബ്സിയുടെ ഡബ്ബ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് പേര് മാറ്റാം. ബിബിന്റെ അതെ. അപ്പം ബിബിൻ നല്ലൊരു പാട്ട് ചെയ്തിട്ടുണ്ട് ഡബ്സിയുടെ. അപ്പൊ അങ്ങനെ ആ രീതിയിൽ അത്യാവശ്യം ഇത് ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന രീതിയിൽ തന്നെ ഞങ്ങളും സരിഗമയായിട്ടൊരു ഡീല് ഞങ്ങൾക്ക് ഉണ്ടായി. ഭയങ്കരമായിട്ടൊരു ചെറിയ പടത്തിനെ ആ ഒരു രീതിയിൽ എത്തിച്ചു. പിന്നെ അത്യാവശ്യം വളരെ സന്തോഷമുള്ള കാര്യം, ഇന്ന് മലയാള സിനിമ ഇറങ്ങുന്ന എല്ലാ രാജ്യങ്ങളിലും നമ്മൾ ഈ പടം റിലീസ് ചെയ്യുന്നുണ്ട്. അത് ഫാർ ഫിലിംസുമായിട്ട് നമ്മൾ എഗ്രിമെന്റ് ചെയ്തു. അങ്ങനെ എൻ്റെ ഒരു ചെറിയ ജേണി ഒരൊറ്റ പോസ്റ്ററിലൂടെ തന്നെ ഭയങ്കര ഭീകരമായിട്ട് ഒരു സോഷ്യൽ മീഡിയ പ്രൊമോഷനും ഇല്ലാതെ എൻ്റെ ക്രൂ മാത്രം ചെയ്ത പ്രൊമോഷനാണ് മന്ദാകിനിയുടെ ആദ്യത്തെ പോസ്റ്റർ ചെയ്തെന്നുള്ള സാധനം. ഒരു സോഷ്യൽ മീഡിയ പ്രൊമോഷൻ 1 രൂപ ഞങ്ങൾ കൊടുക്കാതെ എൻ്റെ ക്രൂ മാത്രം ചെയ്തതാണ്, എൻ്റെ ടീം ചെയ്തതാണ്. അവർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷമുണ്ട്. അവരെ കൂടെ നിർത്തിയിട്ട് ഞാൻ ഈ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ ജീവിക്കുകയാണ് ഈ പടത്തിലൂടെ. താങ്ക് യു സോ മച്ച്. പടം നിങ്ങൾ കാണുക, മെയ് 24 കാണുക. അത് കഴിഞ്ഞ് നമ്മൾ സംസാരിക്കും. താങ്ക് യു അൽത്ത, താങ്ക് യു അനാർക്കലി. വളരെ ചെറിയൊരു ബാനറായിട്ട് നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് കൂടെ നിന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സഞ്ജു. അവിടെ തന്നെ നിൽക്കുക. ആക്ച്വലി സഞ്ജു ഇപ്പം പറഞ്ഞല്ലോ, പറയാനുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ എനിക്കിവിടെ ഒരു കേട്ടുകൊണ്ടിരുന്നപ്പോ തോന്നിയത്, നിങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ കുറെ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവരും എൻജോയ് ചെയ്തു. ക്രൂ കാസ്റ്റ് ഒക്കെ എവിടെയാണ്? യു ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. ആ ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യാം. ഒരു ക്ലോസ്നെസ്. നിങ്ങൾ അങ്ങോട്ട് നമ്മൾ കുറെ ലോഞ്ച് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ഒരു അടുപ്പം നിങ്ങൾ എല്ലാവരും തമ്മിലുണ്ട്, ഒരു ജെന്യുവിനിറ്റി ഉണ്ട്. എല്ലാവർക്കും ഈ സിനിമ നന്നായി നടക്കണം, നന്നായി പോണം. ചെറിയ സിനിമയാണെങ്കിലും സിനിമയുടെ ബിസിനസിനെ കുറിച്ച് വലിയ അറിവില്ലെങ്കിലും ആ ഒരു ആഗ്രഹം ഈ റൂമിൽ എല്ലാവർക്കും ഉണ്ട് എന്നത് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു പക്ഷെ തന്നെ ആയിരിക്കാം മന്ദാകിനി എന്ന ചിത്രത്തിന്റെ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇപ്പം നമ്മൾ 2-3 പേരുടെ ആദ്യം തന്നെ പറഞ്ഞ പേരുകളുണ്ട്. മന്ദാകിനി എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ കഥ അത് ഷിജു എം ഭാസ്കറാണ്. ഷിജു എവിടെ ഒളിച്ചിരിക്കുകയാണോ? കഥ പറയാ. ഇതാണ് നമ്മളുടെ കഥാനായകൻ എന്ന് വേണമെങ്കിൽ പറയുന്നത്. തുടക്കം ഷിജു നോക്കാൻ ഞങ്ങൾ വിളിക്കുന്നുണ്ട് സ്റ്റേജിലേക്ക്. പിന്നെ ഡയറക്റ്റ് ചെയ്യാൻ അറിയുമോ എന്നുള്ള സംശയം ഉണ്ടാക്കിയ വിനോദ് എവിടെ? നമ്മുടെ സംവിധായകൻ ഡയറക്റ്റ് ചെയ്യാൻ അറിയാമോ വിനോദിന് എന്നോട് പറഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ വിനോദിന്റെ ഒരേ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വിനോദ് എന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ പ്രേമലൂരിന്റെ പരിപാടി ഗിരീഷേടി സംസാരിക്കുന്നത് അത് വലിയ ബുദ്ധിമുട്ടാണ് സ്റ്റേജിൽ. എനിക്കും അതുപോലെ സ്റ്റേജിൽ സംസാരിക്കും. അപ്പൊ വിനോദ് അത്യാവശ്യം മൂൺവാക്കും പാട്ടും പാടും. ചേട്ടാ എന്റെ മൂൺവാക്കൊക്കെയാണ് ഞാൻ ചെയ്തു തരാം, എന്നെ കൊണ്ട് സംസാരിപ്പിക്കല്ലോ. വലിയ ഒരു സിനിമാ ബ്രാൻഡാണ്, നിരവധി വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. മൂൺവാക്ക് എവിടെ വിനോദ്? മൂൺവാക്ക് എവിടെ? മൈക്കോടുക്ക് സ്വാഗതം, കൺഗ്രാറ്റുലേഷൻസ്. താങ്കളുടെ മന്ദാകിനി എന്ന ചിത്രം അടുത്ത മാസം റിലീസാണ്. ട്രെയിലർ ലോഞ്ചിന് എത്തി നിൽക്കുകയാണ്. സംവിധായകൻ എന്ന നിലയ്ക്ക് എന്താണ് പറയുന്നത്? മൂൺവാക്കൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് ആരെവിടെയാ സ്വന്തം പ്രൊഡ്യൂസറാ? ഇപ്പൊ ഇന്ന് എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന്. കാര്യം നമ്മൾ സിനിമ സ്വപ്നം കണ്ടിട്ട് അതിൻ്റെ ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ അതിൻ്റെ
ഒരു ഭാഗം അതിൻ്റെ ഒരു നമ്മുടെ ഒരു ആർട്ടിൻ്റെ ഒരു ആദ്യമായിട്ടുള്ള ഒരു വീഡിയോ ഔട്ട് ഇന്ന് റിലീസാവാണ്. നാളെ നമ്മൾ എന്താണെന്നുള്ളത് അറിയാൻ പോകുന്ന ഒരു നിമിഷത്തെ ഇന്ന് റിവീൽ ചെയ്യാൻ പോവാണ്. അപ്പം അതിൻ്റെ ഭയങ്കര സന്തോഷത്തോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ സിനിമ ഇപ്പൊ രഞ്ജിനി പറഞ്ഞ പോലെ ഇതിന്റെ ക്രൂ അത്രയും ഫണ്ണായിട്ട് അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ക്രൂ ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ രസകരമായിട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇതിന്റെ സിനിമ പൂർത്തീകരിച്ചതും. അത് നമുക്ക് ആ ക്രൂവിന്റെ ഒരു യൂണിറ്റി നമുക്ക് സിനിമയുടെ ഔട്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലെല്ലാവരും ഹാപ്പിയാണ്, സന്തോഷമുണ്ട്. അപ്പൊ ഇന്ന് ഈ ട്രെയിലർ ലോഞ്ച് ഈ അവസരത്തിൽ എനിക്ക് കുറച്ച് നന്ദി പറയാനായിട്ട് ഉണ്ട്. അപ്പൊ ആദ്യമായിട്ട് എനിക്ക് നന്ദിയും പറയാനുള്ളത് നമ്മുടെ പ്രൊഡ്യൂസർ സഞ്ജു ഭായി. അപ്പൊ സഞ്ജുവേട്ടൻ നമ്മൾ ഈ സിനിമയുടെ സമീപിക്കുമ്പോൾ സഞ്ജുവേട്ടൻ പറഞ്ഞ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞത് ഇപ്പൊ അതിനെപ്പറ്റി പറയാനുള്ളത് ഇപ്പൊ നമ്മൾ ഒരുപാട് പ്രൊഡ്യൂസർമാരെ കണ്ടിട്ടുണ്ട്, മീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ ഏറ്റവും മികച്ച പ്രൊഡ്യൂസർ ഒരുപക്ഷെ സഞ്ജുവേട്ടനായിരിക്കും. അത് മന്ദാകിനിയുടെ പ്രൊഡ്യൂസർ ആയതുകൊണ്ടല്ല, അത് എന്താണ് അതിന്റെ ഒരു അത് നിങ്ങൾക്ക് വരും സ്റ്റാർ പ്രൊഡക്ഷന്റെ വരും പ്രൊജക്റ്റിലൂടെയൊക്കെ അത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം വെച്ചാല് ഇപ്പൊ സഞ്ജുവേട്ടനായിട്ട് ആദ്യം മീറ്റ് ചെയ്തപ്പോൾ സഞ്ജുവേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, ഇതിനകത്ത് സിനിമ എന്നുള്ളത് എനിക്കൊരു കണ്ടന്റാണ്. ആ കണ്ടന്റ് നല്ല കണ്ടന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന്റെ സാമ്പത്തിക വശങ്ങളെ കുറിച്ച് നിങ്ങൾ നോക്കരുത്. ഇതിന്റെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല, നല്ല കണ്ടന്റ് നിങ്ങൾ ചെയ്യുക, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യുക. സിനിമ കണ്ട് ആളുകൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർ ഹാപ്പി ആയിരിക്കണം. അപ്പൊ ആ ഒരു വിശ്വാസം എനിക്ക് കാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. വേറെ പറയണ്ട. അപ്പൊ വിഷയം മാറ്റാണ്, ശ്രദ്ധ തിരിക്കാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ സിനിമയുടെ മന്ദാകിനിയുടെ കഥ, ഈ സിനിമയുടെ മനോഹരമായ വിഷ്ണു പകർത്തിലുള്ള ഫോട്ടോഗ്രാഫർ DOP ഷിജു ഭാസ്കറാണ്. ഷിജുഭായി നമ്മൾ അധികം നാളത്തെ പരിചയമില്ല. ഞങ്ങൾ വേറെ ഒരു ഷോർട്ട് ഫിലിം കോമ്പറ്റീഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരിചയമാണ്. അപ്പോൾ ഈ സിനിമയുടെ ഒരു ദിവസം എന്നോട് പറഞ്ഞു ഒരു സിനിമയുടെ ഐഡിയ ഉണ്ട്, ഇന്നൊന്നും കേട്ട് പോകുന്നു. അങ്ങനെയാണ് ഞാൻ മന്ദാകിനിയിലേക്ക് ഇന്നാവുന്നത്. ആ കഥ കേട്ട് ഇപ്പൊ ഏതാണ്ട് ഒരു 1.5 വർഷം ആയപ്പോഴാണ് ഇപ്പൊ ഈ ട്രെയിലർ വന്നിരിക്കുന്നത്. അതുവരെയുള്ള ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടാവും. അപ്പൊ ഇന്നത്തെ ദിവസം തികയില്ല, അത്രയും കഥകളുണ്ട് ഞങ്ങൾക്ക് പറയാനായിട്ട്. സഞ്ജുവേട്ടന്റെ കയ്യിലേക്ക് മന്ദാകിനിയുടെ പ്രൊജക്ട് എത്തുന്നതിന് മുമ്പുള്ള ഒരു ഭീകരമായിട്ടുള്ള ഒരു സർവൈവൽ ഒരു സ്റ്റോറി തന്നെ ഉണ്ടാവും. നമുക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള നമ്മുടെ ജേണിയിൽ ഉണ്ടായിട്ടുള്ള കഥകൾ. അപ്പോൾ അത് പിന്നീട് ഒരു അവസരത്തിൽ പറയാം. അപ്പോൾ ഷിജു ഭാസ്കറിനോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയിൽ തീരുന്നൊരു വാക്കല്ല, അതിനപ്പുറത്തേക്കുള്ള ഒരു കടപ്പാടും എനിക്ക് ഉള്ള വ്യക്തിയാണ്. പിന്നെ സൗമ്യത വർമ്മ ഈ പ്രൊജക്ട് ഡിസൈനറാണ്. ഈ മന്ദാകിനിയുടെ ഈ കഥ കേട്ടിട്ട് ഇതുവരെയുള്ള നിമിഷം വരെ ഈ പ്രൊജക്റ്റിനെ അത്രയും അച്ചടക്കത്തോടു കൂടിയും പ്ലാനിങ്ങോട് കൂടിയും കൊണ്ട് പോകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളതാണ് സൗമ്യത. ബസ് യാത്രയിൽ നല്ല അച്ചടക്കം ഉണ്ടായിരുന്നു. നല്ല അച്ചടക്കം ഉണ്ടായിരുന്നു. ബസ് യാത്രയിൽ നല്ല അച്ചടക്കം ഉണ്ടായിരുന്നു. അത് പ്രത്യേകം പറയണ വരുന്നുണ്ട് കേട്ടാ, വരുന്നുള്ളവര്. പിന്നെ ഒരുപാട് പേരോട് എനിക്ക് ഇതിന്റെ നന്ദിയും കടപ്പാടും പറയാനുണ്ട്. ഷിഹാബ് കണ്ടല നമ്മുടെ പ്രൊജക്ട് കൺട്രോളറാണ്. നമ്മുടെ ഈ പ്രൊജക്ടിന്റെ ആദ്യം മുതലുള്ള ഡിസ്കഷനിലൊക്കെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ് ഷിഹാബിക്ക്. ഇപ്പൊ നമ്മുടെ ഈ പ്രൊജക്ട് ഓണാവുന്നവരെയുള്ള എല്ലാ പീരീഡിലും നമ്മുടെ ഒപ്പം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഇതുവരെ എത്തുന്നതിൽ പ്രധാന പങ്ക് വെച്ചിട്ടുള്ളതാണ്. ഇക്കോട് എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ
നമ്മുടെ സിനിമയിലെ നായകനും നായികയുള്ള അൽത്താഫും അനാർക്കലിയുമുണ്ട്. അവരോട് പ്രത്യേകം നന്ദി പറയേണ്ടതായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ കഥ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അൽത്താഫ് നമ്മളെ ചർച്ചയിലേക്ക് വന്നു. അൽത്താഫിൻ്റെ ഡയറക്ഷൻ പ്രൊജക്റ്റ് ഈ സമയത്ത് നടക്കുന്നുണ്ടായിരുന്നു. മറ്റേ ഫഹദിനെ ഹീറോ ആക്കിയിട്ടുള്ള ആ പ്രൊജക്റ്റ് നടക്കുന്ന സമയത്താണ് നമ്മൾ മന്ദാകിനിയായിട്ട് അൽത്താഫിൻ്റെ അടുത്ത് ചെല്ലുന്നത്. അൽത്താഫ് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഫഹദിൻ്റെ പടത്തിൻ്റെ ഡേറ്റ് കുറേ ഇഷ്യൂ ആയി. പക്ഷേ വേണമെങ്കിൽ അൽത്താഫിന് ഇതിൽ നിന്ന് മാറാമായിരുന്നു. പക്ഷേ അൽത്താഫ് സ്വന്തം പടമുണ്ടെങ്കിലും നമ്മുടെ പ്രൊജക്റ്റിനോടുള്ള താല്പര്യം കൊണ്ട് നമ്മളോടൊപ്പം നിന്നു. അത് അദ്ദേഹത്തിനോട് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. പിന്നെ അനാർക്കലി ഈ സിനിമയിലേക്ക് നമ്മൾ എല്ലാവരും ഇതിൻ്റെ ഹീറോയിനെ പറ്റി പറഞ്ഞപ്പോൾ എല്ലാവരും ഒരേപോലെ പറഞ്ഞ പേരാണ് അനാർക്കലിയുടെ പേര്. അപ്പം അനാർക്കലി ഇവിടെ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടർ ആ ഒരു പെർഫോമൻസ് ആ ട്രാൻസ്ഫോർമേഷനൊക്കെ ഉള്ള അത് റിവീൽ ചെയ്യുന്നില്ല നമുക്കിപ്പോൾ. അപ്പോൾ ആ ഒരു ചലഞ്ച് ക്യാരക്ടറുണ്ട്. അത് എങ്ങനെ വരുമെന്ന് നോക്കി ഷൂട്ടിൻ്റെ ദിവസം പറയാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. വളരെ ഈസി ആയിട്ട് അനാർക്കലി അത് കൈകാര്യം ചെയ്തു. പിന്നെ ഇതിൻ്റെ എല്ലാ ക്രൂ മെമ്പേഴ്സും എല്ലാവരോടും ഞാൻ ഒറ്റവാക്കിൽ വന്നവരാണ്. എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുണ്ട്. എല്ലാവരോടും ഒറ്റവാക്കിൽ വന്ന് നന്ദി പറയാം. അത് കാര്യം വെച്ചാൽ ആരെ പേര് വിട്ടുപോയി പിന്നെ അതൊരു ഇതാവും, വിഷമമാവും എല്ലാവർക്കും. പിന്നെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞു. നമ്മുടെ വിനീതട്ടിൽ ഇത് നമ്മുടെ ഈ സിനിമയുടെ ഒരു വലിയ ഭാഗമാണ്. വിനീതട്ടിൽ, കുട്ടിക്കില്, അജയേട്ടൻ, ജോ ബേബി, ജൂഡ് ആൻ്റണി, ലാജോ സാറ്, ബബിത, പ്രതീഷ്, അല, അശ്വതി ശ്രീകാന്ത്, പിന്നെ നമ്മുടെ സരിതകോക്കു നല്ലൊരു അതിഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. സരിതകോക്കു മാഡം, എല്ലാവർക്കും ആരും വിട്ടുകൊണ്ടിരിക്കും ക്ഷമിക്കണേ. എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ക്രൂ മെമ്പേഴ്സിന് എല്ലാവരോടും നന്ദി പറയുന്നു. പിന്നെ ഇതിനകത്ത് പ്രത്യേകം നന്ദി പറയാനുള്ളത് എനിക്ക് അജയ് വാസുദേവനോടാണ്. കേട്ടില്ല? അപ്പൊ അജയ് ചേട്ടനാണ്. അപ്പൊ അജയ് ചേട്ടൻ ഇപ്പൊ ജനുവരി 5 തീയതി നമ്മൾ ഷൂട്ട് തുടങ്ങിയത്. ഇപ്പൊ ട്രെയിലർ ലോഞ്ചായി. ഈ ഒരു സമയത്ത് അജയ് ചേട്ടൻ ഈ പടത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ഒരു സ്വന്തം പടം പോലെയാണ്. അത്രയും ഇൻവോൾവ് ആയിട്ടാണ് അജയ് ചേട്ടൻ നമ്മുടെ കൂടെ നിൽക്കുന്നത്. എന്താ പറയാ, ആളുടെ പടം നല്ല ഇപ്പൊ ഞാനൊക്കെ ആളുടെ ഒരു അസിസ്റ്റന്റ് ആഗ്രഹിച്ച ഒരു ആളാണ്. പക്ഷെ നമുക്ക് ആളേക്ക് എത്താനൊന്നും പറ്റില്ല. കോണ്ടാക്ട് നമ്പർ ഒന്നും നമ്മൾ സിനിമയ്ക്ക് അകത്തുള്ള ആളല്ല, പുറത്തുള്ള ആളാണ്. പക്ഷെ അജയ് ചേട്ടനെ നമ്മുടെ സിനിമയില് പടം ഓൺലൈൻ റിലീസ് ആവുമ്പോ ഈ മനുഷ്യനെയാണോ നിങ്ങൾ സംസാരിക്കില്ല എന്ന് പറഞ്ഞ് സ്റ്റേജ് കയറ്റിയത്? ഇതാണ് നമ്മുടെ സംവിധായകൻ. നല്ല കേട്ടി കൊടുക്കും. വേറെ വഴിയില്ലാത്തോണ്ടാണ്. എന്നാലും മൂഡ് വാക്ക് വേണം. മൂഡ് വാക്കിയോ? അപ്പൊ അജയനോട് എന്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എന്റെ ഫാമിലി, എന്റെ വൈഫ്, എല്ലാവരും ഇതിന്റെ ഒരു പാർട്ടായിട്ട് ഉള്ള ആളുകളാണ്. എല്ലാവരോടും മറ്റു നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജ് ഓൺലൈൻ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ അത് ലൈവായിട്ട് ലോഞ്ച് ചെയ്യാൻ ഒരു ആഗ്രഹമുണ്ട്. സോ ഒരു കാര്യം ചെയ്യാം. മന്ദാകിനി, ഡയറക്റ്റഡ് ബൈ വിനോദ് ലീല, produced by Sanju Nitan's Fire Productions, overseas distribution by Fast Films. അവരുടെ കാസ്റ്റും ക്രൂവും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും മീഡിയയുടെ സാന്നിധ്യം നിങ്ങളുടെ പെർമിഷനോട് കൂടി നമുക്ക് ഇതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ലോഞ്ച് ഇവിടെ നടത്തിയാലോ? ഒഫീഷ്യൽ ലോഞ്ച് ചെയ്യുന്നതിനായി ഇവർ രണ്ടുപേരുടെ സാന്നിധ്യത്തിൽ, നിങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വേദിയിലേക്ക് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ദ മെയിൻ കാസ്റ്റ്. ഈ സിനിമയുടെ മുഖ്യ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന I would like to welcome Altaf Salim and Anarkali Marikan. നമ്മുടെ പ്രിയപ്പെട്ട ആരോമൽ ആൻഡ് അമ്പിളി.
നല്ലൊരു കൈഡിയോടെയാണ് സ്വാഗതം ചെയ്യാം. കൈഡിയോടെ സോ ഇങ്ങോട്ട് ഓടിപ്പല്ലേ അൽതാഫ് ആൻഡ് അനാർക്കലിയാണ് മന്ദാകിനി എന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ മുഖ്യ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. സോ ലോഞ്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇവർക്ക് മന്ദാകിനി എന്ന സിനിമയെ കുറിച്ച് എന്തായാലും പറയാനുണ്ടാവും. സോ അൽതാഫ്, ഐ റിക്വസ്റ്റ് യു പ്ലീസ് സ്പീക്ക് എ ഫ്യൂ വേർഡ്സ്. മൈക്ക് അലർജിയാണ് ഇന്ന് പറ്റില്ല, സോറി. ഇത് എനിക്ക് ആകെയുള്ളൊരു സഞ്ജുവേട്ടന് കാശ് തിരിച്ചിടണം, പിന്നെ നമുക്ക് അടുത്ത പടം ചെയ്യാൻ പറ്റണം, അത്രേ ഉള്ളൂ. പിന്നെ അനാർക്കിനെ ഞാൻ ഹ്യൂമർ പഠിപ്പിച്ചിട്ടുണ്ട്, അങ്ങനത്തെ പടങ്ങളായിരിക്കും ചെയ്യാൻ പോവുക. പിന്നെ വേറെ അങ്ങനെയല്ല, ബാക്കി എല്ലാവരും നന്നായിട്ട് വരച്ച പടം വൃത്തിയായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഒരു സംവിധായകൻ കൂടെയാണല്ലോ അൽതാഫ്. ബിക്കോസ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ നടി നടന്മാരെക്കാളും കൂടുതൽ സംവിധായകരാണ്. അതെന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അതെന്താണെന്ന് കാരണം ഞാൻ അവിടുത്തെ ചോദിക്കാം. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഇൻപുട്ടും ഒരു സഹായവും ഇതിൽ വന്നിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. പിന്നെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ചിത്രമാണ്, ഫൺ ഹ്യൂമർ ചിത്രമാണ്, അങ്ങനെ തന്നെ പറയില്ലേ അൽതാഫ് അല്ലേ? പക്ഷെ ഇയാൾ ലൈഫ് ഇത്ര സീരിയസ് ആണോ ഇങ്ങനെ? മൈക്ക് പറ, മൈക്ക് അലർജി കുറച്ച് അങ്ങനെ. പക്ഷെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ബിക്കോസ് ഈ വലിയ വലിയ മഹാനടന്മാരും നടിമാരും അങ്ങനെയാണല്ലേ ജീവിതത്തിൽ, ഇങ്ങനെ നമ്മുടെ ചോദിച്ചേട്ടനൊക്കെ അല്ലെ? സ്ക്രീനിൽ വരുമ്പോൾ നമ്മളെ ചിരിപ്പിച്ച് വന്നാലടക്കം. അനാർക്കലി, സോ ലവ്ലി ടു സീ യു ഈ ഒരു ചിത്രത്തിൽ, ഈ ഒരു പരിവേഷത്തിൽ. എങ്ങനെയുണ്ടായിരുന്നു മന്ദാകിനി എന്ന ചിത്രത്തിന്റെ യാത്ര? ആൻഡ് ടെൽ മീ വാട്ട് യു ഫീൽ അബൌട്ട് ഇറ്റ്. നല്ല സുലേഖ മനസ്സിന് ശേഷം ഞാൻ ഫുൾ ഇൻവോൾവ് ആയിട്ട് നിന്ന ഒരു സിനിമ ഇതാണ്. അത് എനിക്ക് ഇവരോടുള്ള ഒരു ബന്ധം കൊണ്ട് തന്നെ എനിക്ക് സ്നേഹമാണ് ഇവരോടൊക്കെ. കാര്യം എന്നെ ഭയങ്കര നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തതും കൺസിഡർ ചെയ്തതും ഒക്കെ. പിന്നെ സിനിമ പറഞ്ഞാലും ഷിജുചേട്ടൻ ആദ്യമായി കഥ പറയാൻ വരുമ്പോൾ തന്നെ എനിക്ക് ഐ വാസ് കൺവിൻസ്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥ കൂടിയാണ്. പിന്നെ ഹ്യൂമർ അധികം അങ്ങനെ ചെയ്തിട്ടില്ല. സോ ഞാൻ വിചാരിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഹ്യൂമർ അൽതാഫ് പഠിപ്പിച്ച ശേഷം വർക്ക്ഔട്ട് ചെയ്യാൻ? എങ്ങനെയാണ് ഹ്യൂമർ ചിത്രം പൊതുവെ ചെയ്യാൻ അത്ര ഈസി അല്ല എന്നങ്ങനെ പണ്ട് കുറെ കാലമായിട്ട് കേൾക്കണം. ബട്ട് എങ്ങനെ പുൾ ഓഫ് ചെയ്തു? ഹൗ വാസ് ഇറ്റ്? അല്ല, അത് എന്റെ പെർഫോമൻസ് കൊണ്ടാണ്. അതിൽ കഥയുടെ ഒരു പോക്കിൽ ഹ്യൂമർ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പം വലിയ അഹങ്കാരം പറഞ്ഞാൽ ശരിയായില്ല. ഇപ്പൊ സിനിമയ്ക്ക് മുമ്പ് കുറച്ച് അഹങ്കാരം വേണമെന്നാണ് അല്ലേ? ഇല്ല, എനിക്ക് പേടിയാ. ശരിയാ, നമുക്ക് അൽതാഫ് ബാലൻസ് ചെയ്തോളൂ മിണ്ടാതെ. എനിവേ, മന്ദാകിനി എന്ന ചിത്രത്തിന് വിഷ്വൽ ട്രെയിലർ ലോഞ്ചിന് വേണ്ടി പ്രൊഡ്യൂസറിനെയും ഡയറക്ടറിനെയും ഞാൻ അടുത്തേക്ക് ഒന്ന് സ്വാഗതം ചെയ്തോട്ടെ. ഒരുമിച്ച് നിങ്ങൾക്ക് നിൽക്കാം. ബിക്കോസ് ഇവരുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്, സ്വപ്നമാണ് ഇത് നന്നായി വരണമെന്ന്. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അതുപോലെ തന്നെ പ്രേയേഴ്സ് ഒക്കെ വേണം. ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ, അൽതാഫ് സലീം ആണ് മുഖ്യ കഥാപാത്രം നായകനായി എത്തുന്നത്. അനാർക്കലി മാരിക്കാർ അമ്പിളി എന്ന കഥാപാത്രമായി നായികയായി എത്തുന്നു. അതുപോലെ ഈ ഒരു സിനിമയിൽ നിരവധി വണ്ടർഫുൾ ആക്ടേഴ്സ് ഉണ്ട്. സരിത കുക്കു, വിനീത് തട്ടിൽ, ജാഫർ ഇടുക്കി, ജൂഡ് ആന്റണി, കുട്ടി അഖിൽ, അജയ് വാസുദേവ്, ലാൽ ജോസ്, ജിയോ ബേബി, അശ്വതി ശ്രീകാന്ത്, മെനി മോർ. ഇവർക്ക് എല്ലാവർക്കും നല്ലൊരു കൈ കൊടുക്കാം. ഇവരുടെ എല്ലാവരുടെയും വലിയൊരു കോൺട്രിബ്യൂഷൻ ഈ സിനിമയുടെ സക്സസിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സിനിമയുടെ സ്റ്റോറി വി നോ ദാറ്റ് ഇറ്റ് ഇസ് ബൈ ഷിജു എം ഭാസ്കർ. ഷിജു തന്നെയാണ് ഇതിന്റെ DOP ആയി എത്തുന്നത്. അത് എഴുതിയിരിക്കുന്നതും സംവിധാനം ചെയ്തിരിക്കുന്നതും വിനോദ് ലീലയാണ്. സംഗീതം ചെയ്തിരിക്കുന്നത് ബിബിൻ അശോക് ആണ്. എഡിറ്റർ ഷെറിൽ, പ്രൊഡക്ഷൻ കൺട്രോൾ ഷിഹാബ് വെണ്ണല, സൗണ്ട് ഡിസൈനറായി എത്തിയിരിക്കുന്നത് രംഗനാഥ് രവിയാണ്. മേക്കപ്പ് മനു മോഹൻ, ആർട്ട് ഡിപ്പാർട്ട്മെന്റ് സുനിൽ കുമാരൻ. We've got the lovely Saunita who's helped us a lot as well. So ഇത്രയും വലിയ നിരവധി വേറെ ആൾക്കാരും നമ്മുടെ കൂടെ ഇവിടെ തന്നെയുണ്ട്. ഇവരെല്ലാരും കൂടെ അവരുടെ ഒരു ചെറിയ സിനിമ നിങ്ങൾ മലയാളി പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിക്കാൻ പോവാണ്. സോ അൽതാഫ്, അനാർക്കലി ഈ ഒരു റിമോട്ട് അമർത്തി ഒഫീഷ്യലി മന്ദാകിനിയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യാനായി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരുമിച്ച് തിരികെ നിന്ന് സ്ക്രീനിലേക്ക് കാണിച്ചാൽ അവിടെ കാണാൻ വരുമായിരിക്കും. റെഡിയാണോ? Are you ready for മന്ദാകിനി? ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാൻ നന്നായിരിക്കും. എല്ലാവരും സൈഡിലേക്ക് മാറിയാലും നന്നായിരിക്കും. ഞാനും ഇവിടെ നിന്ന് ചെയ്യാം. റെഡിയാണോ? ഓക്കെ. സ്പയർ പ്രൊഡക്ഷൻസിന്റെ മന്ദാകിനി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിന് വേണ്ടി ലൈറ്റ് ഒന്ന് കുറയ്ക്കാൻ പറ്റുമായിരിക്കും അല്ലേ? ഓക്കെ, പറ്റുമോ? എനിക്ക് ചോദിച്ചാൽ ചിലപ്പോൾ നടക്കുന്നുള്ളൂ. പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തോട്ടാ. ഒരു മിനിറ്റ് ചേട്ടാ, മോനെ അനിയ
ചേട്ടാന്ന് വിളിച്ചു ശീലിച്ചിട്ടേ ഇപ്പൊ എല്ലാരും അനിയന്മാരും അനിയത്തിമാരും ആയിപ്പോയി. റെഡിയാണോ? ഏറ്റോയാ ഹലോ ശ്രീ ബിനു നായർ ഈ ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആണ്. ഇവിടെ ഇല്ലേ? വരൂ സർ പ്ലീസ്. യുനോ ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാവുന്ന കുറച്ച് സംഭവം എന്ന് പറഞ്ഞാൽ ഹൈ എനർജി ആണ്, ഫുൾ ഓൺ യുനോ കോമഡി ഹ്യൂമർ ഉണ്ട്. ബിക്കോസ് അത്രയും കഥാപാത്രങ്ങൾ എന്തോരം ക്യാരക്ടേഴ്സ് അല്ലേ, ലൈക്ക് 1-2 പേര് മാത്രമല്ല, കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാവർക്കും അവരുടേതായ ഐഡന്റിറ്റി ഉണ്ട്. ഫ്രം അനാർക്കലി ടു അൽതാഫ് ടു നമ്മുടെ നിരവധി ഡയറക്ടേഴ്സ് ഇപ്പോൾ എല്ലാവരും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതോടെ ഇറ്റ്സ് ഫുൾ ഓഫ് ലൈഫ്. എന്താണ് ഈ ഒരു സിനിമ ഇത്ര വിജയമാക്കാൻ പോകുന്നതിലെ ഒരു ബേസിക് ആയിട്ടുള്ള സംഭവം അവര് കാസ്റ്റും ക്രൂവും അത് സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഈ ഒരു സിനിമ പുറത്തു വരുമ്പോൾ അത് എങ്ങനെ കണക്ട് ചെയ്യുമെന്നാണ് ഏറ്റവും വലിയൊരു ചോദ്യം. പക്ഷെ ഇത്രയും ബ്യൂട്ടിഫുള്ളി ഈ ഒരു ട്രെയിലറിൽ തന്നെ നമ്മളെ രസിപ്പിക്കാൻ പറ്റിയ ആ കാസ്റ്റിനും ക്രൂവിനും നല്ലൊരു കൈഡി കൊടുക്കണം. സോ ക്രൂ മെമ്പേഴ്സിനെ ഞാൻ ആദ്യം ഒന്ന് വിളിച്ചോട്ടെ. ഓൾറെഡി നമ്മുടെ സംവിധായകൻ വിനോദ്, പ്രൊഡ്യൂസർ സഞ്ജു മേദിയിലുണ്ട്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ബിനു നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. Can I please welcome നമ്മുടെ DOP ഷിജു എം ബാസസ്. കഥ അദ്ദേഹത്തിന്റെയാണ്. ഷിജു ഇതായിരുന്നു, കഥയിൽ തുടങ്ങി ഇതാ സിനിമ തീരുന്നു. ഇനി മെയ് 24 നമ്മുടെ മുന്നിലെത്തും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ മ്യൂസിക്കും ഉണ്ട്. ഡാബ്സി ഇതിൽ പാടിയിട്ടുണ്ട്. അത് റിലീസ് ആവാൻ പോവാണ്. സരിഗമയാണ് അതിന് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സംഗീതം ചെയ്തിരിക്കുന്നത് ബിപിൻ ആണ്, ബിപിൻ അശോക്. Can I please welcome ബിപിൻ on stage? നല്ലൊരു കൈഡിയോടെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ബിപിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. യെസ്. അതുപോലെ നല്ല എഡിറ്റിംഗ്, എല്ലാ സിനിമയും അതിന്റെ ക്വാളിറ്റി അതിന്റെ റേഞ്ച് തന്നെ മാറ്റും. ഈ ചിത്രത്തിന്റെ എഡിറ്റർ ഷെറിലാണ്. Can I please welcome ഷെറിൽ on stage? ഇവരെല്ലാവരും അവരുടെ മേഖലയിൽ മികവ് തെളിയിച്ച ആൾക്കാർ തന്നെയാണ്. പ്രൊഡക്ഷൻ കൺട്രോളർ ഷിഹാബ് വേണ്ടല. ഷിഹാബേട്ട വേദിയിലേക്ക് സ്വാഗതം. നല്ലൊരു കൈഡി കൊടുക്കാം. സൗണ്ട് ഡിസൈനർ രംഗനാഥ് രവി ജി. രംഗനാഥ് ജി ഇവിടെ ഉണ്ടോ? ഹായ്. മേക്കപ്പ് മനു. നമ്മുടെ ആർട്ട് ഡയറക്ടർ ഇവിടെ ഉണ്ടോ? ആർട്ട് സുനിൽ കുമാരൻ. നിരവധി സൗമ്യത കമാൻ സ്റ്റേജ് ജോയിൻ us. പിന്നെ പോസ്റ്റർ, ഇതിന്റെ ഫസ്റ്റ് പോസ്റ്റർ തന്നെയാണ് ഇതിന് ഏറ്റവും വലിയൊരു ഇത് തന്നെ എന്ന് പറയുന്നത്. അപ്പൊ പോസ്റ്റർ ഒക്കെ ചെയ്ത ഓൾഡ് മൗണ്ട്സ് ഡിസൈൻ ആണ്. ആ ടീമിലെ ആൾക്കാർക്ക് വേദിയിലേക്ക് വരാം. ബാക്കി ക്രൂ മെമ്പേഴ്സ് ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറെ പേരുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. ഇവർക്കൊരു നല്ല കൈഡി കൊടുക്കാം. മന്ദാകിനിയുടെ ഒരു കോർ ടീമാണ്. അടുത്തേക്ക് നിൽക്കാം. ഓക്കെ. സരിഗമയുടെ ആരുടെയെങ്കിലും ഭാരവാഹികൾ ഇവിടെ ഉണ്ടെങ്കിൽ can I please welcome somebody from സരിഗമ. സരിഗമയാണ്. ഹലോ, ഒരു ഭാരവാഹിയുള്ളോ? ബിനു വെൽക്കം. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ സൈഡ്, ക്രൂ സൈഡ്. കൈയടിച്ചോ? ഇനി ഈ ക്യാമറയുടെ മുന്നിൽ എത്തിയിരിക്കുന്ന നമ്മുടെ കാസ്റ്റിന്റെ ഒരു വലിയ ഒരു കലാവലയം തന്നെയുണ്ട്. അപ്പൊ ഇനി അവരെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അൽതാഫ് അനാർക്കലിയും കൂടെ തന്നെയുണ്ട്. ഇതില് മുഖ്യമായ ഒരു കഥാപാത്രമായ അൽതാഫിന്റെ അമ്മയായിരുന്നത് സരിതയാണ്. സരിത yes hi ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആണ്. ഷീസ് ഡൺ സം ബ്രില്യന്റ് റോൾസ്. I think Spire Productionsന്റെ എല്ലാ സിനിമകളിലും സരിതയ്ക്ക് ഒരു നല്ല കഥാപാത്രം എപ്പോഴും നൽകാറുണ്ട്. വെരി വെരി ഹാപ്പി ടു സീ യു ഇൻ ദിസ് സ്ട്രോങ് ക്യാരക്ടർ സരിത. പിന്നെ നമ്മുടെ വിനീതേട്ടനുണ്ട്. വിനീതേട്ടൻ കളിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സിനിമയിൽ വന്നാലും ഒരു അദ്ദേഹത്തിൻ്റെതായ ഒരു മുഖമുദ്രയുണ്ട് അല്ലേ? വിനീതേട്ടൻ ഇതിലും അങ്ങനെയൊക്കെ തന്നെയാണോ? Lovely to see you. Of course, ഈ സിനിമയിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് റോൾ നമ്മുടെ ജാഫർ ഇടുക്കി ചേട്ടനാണ്. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് വരാൻ പറ്റില്ല. ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബാംഗങ്ങളാണ് കേട്ടോ. ഒരു കുടുംബത്തിൽ ഒരു വിവാഹം നടക്കുന്ന സമയത്ത് നടക്കുന്ന കുറെ സംഭവങ്ങളും അതിലേക്ക് കയറി വന്ന് ഇറങ്ങി പോകുന്ന കുറെ ക്യാരക്ടേഴ്സും. ജൂഡ് ആന്റണി സാറുണ്ട്, നിങ്ങൾ കണ്ടു. നമ്മുടെ കുട്ടി അഖിലുണ്ട് അവിടെ. ഇപ്പോഴും കുട്ടി തന്നെയാണല്ലേ അഖിലേ? അനി എന്ന കഥാപാത്രത്തിലാണ് അഖിൽ എത്തുന്നത്. വെൽ ഡൺ. പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് സിനിമയ്ക്ക് അജയ് വാസുദേവ് ആണെന്ന് പറഞ്ഞു. അജയെ ഞാൻ ഒരു ഡയറക്ടർ ആയിട്ടും അതുപോലെ ഒരു ഫൈറ്റ് മാസ്റ്റർ ആയിട്ടൊക്കെയാണ് കാണുന്നത്. ഇത് ഫുൾ ബ്ലോൺ കോമഡിയിൽ ഒരു സംഗീതം പാട്ടുകാരനായിട്ട് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. എവിടെ അജയോടെ പോയി? അജയ് വാസുദേവ് കറക്റ്റ് സമയത്ത് പുറത്തുപോയ ജസ്റ്റ് മിസ്സായാലും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇതിലെ ഭയങ്കര പാട്ടുകാരൻ അജയ് എവിടെ? അപ്പൊ ഞാൻ അടുത്ത വിളിക്കാം. ഇതിലെ ലാൽ ജോസ് സർ, മാസ്റ്റർ പീസ്, അങ്ങനെ നിരവധി സിനിമകളിലൊക്കെ സംവിധായകനെ എത്തി. ഇതില് അദ്ദേഹം മറ്റൊരാളുടെ സിനിമയിൽ, സുഹൃത്തിന്റെ സിനിമയിൽ സ്റ്റാർ സിംഗറിലൊക്കെ പാടിയെന്ന് കേട്ടു.
അങ്ങനെയൊക്കെ പാടിയതാണെന്ന മനോജ് പറഞ്ഞൊരു പാട്ടുകാരനായിട്ടാണ് ഈ സിനിമയിൽ വന്നേക്കുന്നത്. അജയ്, സോ ഗ്രേറ്റ് ജോബ് ദേ. ഞാൻ പറഞ്ഞു ലാൽ ജോസ് സാറുണ്ട് അമ്പിളിയുടെ അച്ഛനായിട്ട്, നമ്മൾ പ്രിയപ്പെട്ട ജിയോ ബേബി സാറുണ്ട്, ആൻഡ് ലവ്ലി അശ്വതി ശ്രീകാന്ത്. അശ്വതി വന്നോ? ഇല്ല. സോ അശ്വതി ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദിസ്. സോ വളരെ ടാലന്റഡ് ആയ ഒരു കാസ്റ്റ് ക്രൂ ആണ്. സോ ഇവിടെ നിൽക്കുന്ന കാസ്റ്റ് മെമ്പേഴ്സിന്റെ അടുത്തും ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ? ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടൻ കേട്ടോ അഭിനേതാ എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടൻ കുറെ സീരിയസ് സിനിമകൾ കുറെ ചെയ്തിട്ടുണ്ട്. ഇത് ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് കോമഡിയാണ്. അപ്പൊ മന്ദാകിനിയുടെ ഈ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതും ഈ സിനിമ പ്രേക്ഷകരിലേക്ക് പോവാണ് അടുത്ത മാസം. അപ്പൊ ചേട്ടൻ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? നമസ്കാരം. ഞാൻ നമ്മുടെ അൽത്താഫിന്റെ അളിയനായിട്ടാണ് ഈ പടത്തിൽ. അൽത്താഫ് നായകനായിട്ടുള്ള ആദ്യത്തെ ഒരു സിനിമയാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. ഈ നമ്മൾ കുറച്ച് സിനിമകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഈ സിനിമയിലെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഷൂട്ട് കഴിഞ്ഞിട്ടും ആൺകുട്ടികളായിട്ട് പെൺകുട്ടികളായിട്ട് ഇവരൊന്നും പിരിഞ്ഞു പോയിട്ടില്ല. എല്ലാവരും ഇപ്പോഴും ഉണ്ട്. ഞാൻ മാത്രമില്ല, ഞാൻ ഒരു ചെറിയ തരത്തിൽ പോയി, പക്ഷെ ഇവരൊന്നും ഇതുവരെ ഒരു ദിവസം പോലും പിരിഞ്ഞായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അത്രയും 100% ആത്മാർത്ഥതയിൽ ചെയ്തിട്ടുള്ള സിനിമയാണ്. എനിക്കും വളരെ ഹാപ്പി ആയിരുന്നു. നമുക്കൊരു ഷൂട്ടായിട്ടില്ല തോന്നിയ നമ്മുടെ ഒരു അയൽവക്കത്ത് നമുക്ക് സ്നേഹമുള്ള ഒരു വീട്ടിലെ കല്യാണം കൂടുന്ന പോലെ ഒരു പ്രതീതിയായിരുന്നു എനിക്ക്. പിന്നെ എല്ലാവരോടും താങ്ക്സ്. എന്നെ ഈ വേഷം ധൈര്യമായിട്ട് ഏൽപ്പിച്ചതിൽ ഹാപ്പി. ഞാൻ ഹാപ്പി. നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ വിഭാഷ ഉണ്ട്. പ്ലീസ് ജോയിൻ us on stage. വിഭാഷ പ്ലീസ്. കുറച്ച് പേര് എനിക്ക് ലിസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് തന്ന പേരുകളൊക്കെ ഞാൻ വായിച്ചു, പക്ഷെ കുറെ പേരുണ്ട്. ബബിത, അല, അഖില, വിനോദ്, കണ്ടില്ല, ശിവാനി, ബബീഷ ഞാൻ വിളിച്ചു. ഇവരൊക്കെ ഉണ്ട്. ഇനിയും കുറെ പേരുണ്ടല്ലേ? ഷൈൻ, ഞാനപ്പോ അങ്ങോട്ട് പോയി നിന്നാ പോരെ. പക്ഷെ ഇവരെല്ലാരും എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതിലാണ് സന്തോഷം. സെൽഫി കം സെൽഫി. ഇവരൊക്കെ ഈ സിനിമയിൽ ഉണ്ട്. സരിത, ഇനി ആരാ? ഏബിൾ ഇനി വിളിച്ചോ. ഷാനു സോ സ്വീറ്റ്. പ്രദീപ് ഏട്ടാ വന്നോ? Okay, അടുത്തത് I want to request നമ്മുടെ സരിത കുക്കു സെക്രട്ടറി to please speak a few words. പറഞ്ഞോ അശ്ന. ഞാൻ ഈ മൈക്കും കൂടി കൊടുത്തിട്ട് വരാം. ഇതൊക്കെ നേരത്തെ പറഞ്ഞുവിടാനില്ല. അതിനല്ലേ ഒരു ആങ്കറാക്കി വെച്ചേക്കുന്നത്. 9 മണിക്ക് വന്നതാ ഞാൻ. ആരും എനിക്കൊന്നും പറഞ്ഞു തന്നില്ല. കുഴപ്പമില്ല. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് രാജലക്ഷ്മി. അത് കാണുമ്പോൾ തന്നെ ട്രെയിലറിൽ എനിക്ക് ഭയങ്കര സന്തോഷം വരും. സ്ട്രോങ് ആയിട്ടുള്ള തല്ലാൻ റെഡി ആയിട്ട് നിൽക്കുന്ന അമ്മമാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും അനിയത്തിമാരാണെങ്കിലും ഈ ഒരു കഥാപാത്രം മന്ദാകിനിയിൽ എന്താണ്? what should we expect from it? എന്താ പറയണ്ടെന്ന് അറിയില്ല. ഈ ക്യാരക്ടർ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു അമ്മയാണ്. നമുക്ക് എല്ലാ വീടുകളിലും കാണാൻ പറ്റുന്ന നമ്മുടെ അമ്മമാരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവരും അറിയാം, നമുക്ക് പിള്ളേരുടെ അടുത്തൊക്കെ എങ്ങനെ പെരുമാറുന്നത്. അതുപോലത്തെ ഒരു അമ്മ തന്നെയാണ്. കുറച്ചുകൂടെ സ്ട്രോങ്, വിഷ്വലി ഭയങ്കര രസമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഇതിനെപ്പറ്റി അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ താല്പര്യമില്ല. ബിക്കോസ് സിനിമ കണ്ടിട്ടാണ് പറയേണ്ടത് എത്ര സ്ട്രോങ് ആയിട്ടുള്ള അമ്മയാണെന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും വളരെ സീരിയസ് ആയ ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഇതും സീരിയസ് ആണ്. സിനിമയില് മൊത്തം ക്യാരക്ടർ സീരിയസ് ആണ്, പക്ഷെ സിറ്റുവേഷൻ വൈസ് നല്ല രസമായിട്ടുള്ള കോമഡിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പടമാണ്. അധികം എനിക്ക് പറയാൻ പറ്റുന്നില്ല. സിനിമ കണ്ടിട്ട് എല്ലാവരും പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. എത്ര സ്ട്രോങ് ആണ്, എത്ര രസകരമായിട്ടുണ്ട് എന്നൊക്കെ. കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ലുക്കിലൊരു ക്യാരക്ടറാണ്. ഇങ്ങനെ കാണുന്ന പോലെയല്ല. സോ അതാണ് എനിക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ അതിൽ കിടക്കുന്നത്. സോ ഇങ്ങനെ കാണുമ്പോൾ, സിനിമയിൽ കാണുമ്പോൾ അമ്മ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ആൾക്കാർക്ക് ആക്സെപ്റ്റബിൾ ആവുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് എനിക്കൊന്ന് സിനിമ കഴിയുമ്പോൾ ആയിരിക്കും പറയാൻ പറ്റുന്ന കാണുന്നവർക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പ്രതീഷ് ജേക്കബ്. പ്രതീഷ് എവിടെ? പ്രതീഷ് അനിയാ? പ്രതീക്ഷ കാണാൻ പോലുമില്ല. കാസ്റ്റിംഗ് ഡയറക്ടർ ജോലി ചെയ്തിട്ട് പോയി. നല്ലൊരു കാര്യം കൊടുക്കാം. ആബ്സല്യൂട്ട്ലി റൈറ്റ്. സരിതനെ ഇവിടെ കാണുമ്പോഴും അമ്മയായിട്ട് കാണുമ്പോഴും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ഒരു സിനിമ എന്ന് പറഞ്ഞൊരു മാജിക് ആണ് അതല്ലേ. സിനിമ എന്ന ലോകത്തിന് ഒരു മാജിക്കും ഇത്രയും വലിയൊരു മോനുണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കുക പോലും ഇല്ല അല്ലേ.
സിനിമ കാണുമ്പോൾ എല്ലാം മനസ്സിലാവും. ആ ലുക്കും ഫീലും that is your makeup department and all of them. You look absolutely fantastic in that role. അപ്പൊ ഇനി കുട്ടിയെങ്കിലേ പൊളിക്കുമോനെ, അധികം സമയം എടുക്കരുത് എന്ന് വിനോദം പറഞ്ഞിട്ടുണ്ട്. 2 മിനിറ്റിനുള്ളിൽ തന്നെ ഇറക്കി വിടും. ഇല്ല, നമ്മുടെ ഡയറക്ടർ വിനോദേട്ടൻ ചോദിച്ചായിരുന്നു ഞാൻ കുറച്ച് കൂടുതൽ സമയം എടുത്തോടാ. ഞാൻ പറഞ്ഞില്ല, ക്രൗഡ് പ്ലാസയുടെ ബില്ല് ഒരു 50,000 കൂടിയിട്ട് ആദ്യമേ ഒരുപാട് സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരുപാട് ഇവന്റുകൾക്ക് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത് അഭിനയിച്ച ഒരു സിനിമയുടെ ആദ്യത്തെ ട്രെയിലർ ലോഞ്ചാണത്. വലിയ സന്തോഷം ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് നിൽക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഒരുപാട് പേരോട് നന്ദി പറയണം, കുറെ പേരോട് പറയണം. ഏബിള്, ഷീച്ചേട്ടൻ, വിനോദേട്ടൻ, സഞ്ജുവേട്ടൻ, അങ്ങനെ ഒരുപാട് പേരോട്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഒരു സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന അല്ലെങ്കിൽ സിനിമ മോഹിച്ച് നടക്കുന്ന ഏതൊരാൾക്കും കിട്ടാവുന്ന ഒരുപാട് ട്രീറ്റ്മെന്റ് കിട്ടിയ ഒരാളാണ് ഞാൻ. ഈ സിനിമയിൽ വരുമ്പോൾ ഈ സിനിമയുടെ തുടക്കം മുതൽ അല്ലെങ്കിൽ ഇപ്പോഴും ഈ ടൈം പോലും ഇതിന്റെ പല കാര്യങ്ങളിൽ എന്നെ കൂടെ അവർ ഉൾപ്പെടുത്തി എന്നെയും കൊണ്ടുപോകാറുണ്ട്. പല സ്ഥലങ്ങളിലും പ്രൊമോഷൻ ആയാലും DA ചെയ്യുന്നിടത്തും എല്ലായിടത്തും പോയിരുന്നതൊക്കെ കാണാനുള്ള ഭാഗ്യം ഒരു തുടക്കക്കാരന് കിട്ടാന്നുള്ളത് ഭയങ്കര ഭാഗ്യമാണ്. അതിന് എന്നെ കൂടെ കൂട്ടിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ നമ്മള് സാധാരണ ഈ ഓരോ സിനിമ ഇവന്റുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിലെ അഭിനയിച്ചവരും അതിന്റെ പിന്നണി പ്രവർത്തിച്ചവരും എല്ലാവരും തമ്മിലുള്ള വൈബും കാര്യങ്ങളും ഇന്റർവ്യൂസിലും അല്ലെങ്കിൽ അവരിതുപോലെ ഫംഗ്ഷനിൽ വന്ന് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓൾറെഡി സിനിമ പോയിക്കുന്ന എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും നമുക്കും അതുപോലെ എന്താണ് സംഭവിക്കുന്നത്. അതുപോലെ എനിക്കത് സംഭവിച്ചത് ഈ സിനിമയിലാണ്. കാര്യം അജയ് വാസുദേവൻ ഉൾപ്പെടെയുള്ള വലിയ ഡയറക്ടേഴ്സ് എനിക്കിപ്പോ വേണമെങ്കിൽ പറയാം എന്റെ സിനിമയിൽ ഏറ്റവും അടുത്ത ചേട്ടന്മാരാണെന്ന് പറഞ്ഞ് എനിക്ക് എടുത്ത് പറയാം ചേട്ടനാണെന്നൊക്കെ. അങ്ങനെയുള്ള സൗഹൃദം തന്ന സിനിമയാണ്. ഇപ്പോഴും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന സിനിമയാണ്, പഠിപ്പിച്ച സിനിമയാണ്. പിന്നെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു സീനാണെങ്കിൽ കൂടി ആ സിനിമയുടെ കഥയ്ക്ക് അല്ലെങ്കിൽ സിനിമയുടെ പോക്കിന് നമ്മുടെ ആ ഒരു സീൻ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അതുപോലെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കഥാപാത്രം ചെയ്ത സിനിമ കൂടിയാണ്. അപ്പൊ ഈ സിനിമയില് ഒരുപാട് പേരെ നോക്കിയിട്ട് അവസാനം എന്നിലേക്ക് ഈ കഥാപാത്രത്തെ എത്തിച്ച അല്ലെങ്കിൽ എന്റെ പേര് പറഞ്ഞ ഏബിളിന് ഒരുപാട് നന്ദി. എനിക്ക് പകരം ഒരുപാട് ആൾക്കാരെ ഇവർ നോക്കിയതാണ്. പക്ഷെ ആ തിരക്കായി എനിക്ക് പകരം നോക്കിയ ആൾക്കാരൊക്കെ തിരക്കായതിനും അവരോട് നന്ദി. അവർക്ക് ആ തിരക്കാവാൻ ആ സിനിമകൾ കൊടുത്ത ആ ഡയറക്ടേഴ്സിന് നന്ദി, ആ പ്രൊഡ്യൂസേഴ്സിന് നന്ദി. ഒപ്പം ദൈവത്തിനോട് ഒരുപാട് നന്ദി. അപ്പൊ മെയ് 24-ാം തീയതി എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക. ഒരു 2 മണിക്കൂർ സംതിങ് ഉറപ്പായിട്ട് ചിരിക്കാം. പിന്നെ പിന്നെ ഇത് അല്ല ഇതൊക്കെ അറിയാമോ? കഴിഞ്ഞു ഇല്ല. താങ്ക് യു. ഇനി ഒരു കയ്യടി കൂടെ സ്റ്റേജിൽ കയറുമ്പോ സ്വാഭാവികമായിട്ടും ആദ്യത്തെ സിനിമയ്ക്കാണ് ഇത്രയും വലിയൊരു ലോഞ്ച് ഒക്കെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ? അല്ല സിനിമ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അനന്തപുരം കാക്കിപ്പടം ഞാൻ പഠിച്ചു. നല്ലൊരു കാര്യം കൊടുക്കാം. ഇത് ഇങ്ങനെ നിരവധി വലിയ വലിയ സിനിമകളുടെയും ചെറിയ ചെറിയ സിനിമകളുടെയും ഭാഗമാവാൻ പറ്റട്ടെ അഖിലിന്. In the mean, പൊതുവെ 100 കോടിയാണല്ലോ മലയാള സിനിമയുടെ ഒരു ട്രെൻഡ്. അതെ, ഇത് 100 കോടി അടിച്ച സഞ്ജോട്ടാ എന്താണ് ഓഫർ? ഇപ്പൊ പൊതുവെ മലയാള സിനിമയുടെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ 100 കോടിയാണല്ലോ. 100 കോടി അടിച്ചാൽ എന്താണ് നിങ്ങൾക്കുള്ള ഓഫർ, അങ്ങോട്ടുള്ള ഓഫർ? പിന്നെ തിരിച്ച് ഞാൻ ബാംഗ്ലൂർ വിടും. ആ കാശ് പോക്കറ്റിലിട്ടിട്ട് ഞങ്ങൾക്കൊക്കെ തന്നിട്ട് IT ഫീൽഡിൽ വർക്ക് ചെയ്ത സിനിമയ്ക്ക് വേണ്ടി ജോലിയൊക്കെ വിട്ടു. അതാ ഞാൻ പറഞ്ഞ തിരിച്ച് IT ഫീൽഡിൽ വിടുമെന്ന് പറഞ്ഞു. നമ്മുടെ ഈ ഒരു മനാഗിരിയുടെ ട്രെയിലർ ലോഞ്ചിന് മലയാള സിനിമയിൽ നിന്നും നമുക്ക് വളരെ പ്രിയപ്പെട്ട കുറച്ച് ആൾക്കാർ എത്തിയിട്ടുണ്ട്. Can I please welcome KS പ്രസാദ് സർ. KS പ്രസാദ് സർ നമ്മുടെ കൂടെ കുറച്ച് നേരത്തെ തന്നെ എത്തിയായിരുന്നു. പ്രസാദ് ഏട്ടാ ഇവിടെ ഇല്ലായിരുന്നോ? ഉണ്ടോ അവിടെ? അതുപോലെ തന്നെ പ്രശസ്ത സംവിധായകൻ സജി സുരേന്ദ്രനും നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ സജ ഉണ്ടോ? ഇപ്പോഴും ആരും കാണുന്നില്ലല്ലോ. അജയ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പുറത്തേക്ക് ഇറങ്ങിയോ? ഓക്കെ. ഹലോ മണി, കുറെ നാളായല്ലോ. സുഖാണോ? ഗുഡ് ടു സീ യു. മണികണ്ഠൻ നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. മണികണ്ഠൻ നമ്മുടെ ട്രെയിലർ ലോഞ്ച് കണ്ടു. ഇവിടെ എത്തിയത് അറിഞ്ഞുപോലുമല്ല, പുറകെ സീറ്റ് ഇരിക്കായിരുന്നോ? 2 വാക്ക് നമ്മുടെ ട്രെയിലറൊക്കെ കണ്ടത് എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നടിക്കേക്കുന്നോ? എല്ലാവരും കുറച്ചു നേരം കഴിഞ്ഞ് പറഞ്ഞാൽ പോരെ? കഴിഞ്ഞു ഷോ. ഇനി എന്ത് കുറച്ചു നേരം കഴിഞ്ഞതാ? പറ. വൈകി വന്നതിൽ ക്ഷമ ചോദിക്കുന്നു. കണ്ടോ?
കണ്ടിട്ടില്ല. കാണാം നമുക്കത്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഇപ്പൊ ഇടണം അതോ കഴിഞ്ഞിട്ടിടണം? നമുക്ക് ഒന്നുകൂടെ കാണിക്കാം. എല്ലാവരും സൈഡിലേക്ക് വരാൻ മണിക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ സ്ക്രീനിൽ. എനിക്ക് തോന്നുന്ന തിലകൻ ചേട്ടൻ്റെ ഞെട്ടൽ ഇപ്പോഴും സംസാരിക്കും. പവനായി ആ സിനിമ ഉണ്ടല്ലോ, അപ്പൊ എന്ന് പറയുന്ന പോലെ ആ ഞെട്ടലിൽ എനിക്ക് ഭയങ്കര പ്രത്യേകത തോന്നി. മൊത്തത്തിൽ നല്ലതാണ്, ഭയങ്കര രസമുണ്ട് കാണണം എന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതങ്ങ് ആധികാരികമായിട്ടിരുന്ന് പറയാനുള്ള അത്ര വളർച്ചയൊന്നും എനിക്ക് ആയിട്ടില്ല. പക്ഷെ ഇത് നന്നാവും, അടിപൊളിയാവും. താങ്ക് യു. ആക്ച്വലി നമ്മൾ ഈ ട്രെയിലർ അപ്പൊ നമ്മൾ ഈ ട്രെയിലറിൽ കാണുമ്പോഴും നമ്മൾ വിചാരിക്കുമ്പോ നമുക്ക് കോമഡി ചിത്രമാണെന്നൊക്കെ അറിയാം, പക്ഷെ ഇനിയും കുറെ സംഭവങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് മന്ദാകിനി എന്ന ഈ ചിത്രത്തില്. കുറെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ എത്തുന്നുണ്ട്. ഇതിന്റെ ഒരു മെയിൻ സംഭവം എനിക്ക് പറയാൻ പോലും പെർമിഷൻ ഇല്ല, പാട്ട് കേൾപ്പിക്കാൻ പെർമിഷൻ ഇല്ല. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഒളിപ്പിച്ച് വെച്ചേക്കാം. ആ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ ചെയ്യണ്ടേ? മെയ് 24 തിയേറ്ററിൽ പോവുക, മന്ദാകിനി കാണുക. തീർച്ചയായിട്ടും യാതൊരു സംശയം ഉണ്ടാവില്ല, സ്പൈ പ്രൊഡക്ഷൻസിന്റെ 4ാമത്തെ ഈ സിനിമയും നിങ്ങൾ നെഞ്ചിലേറ്റും. ഒരിക്കൽ കൂടെ ഈ കാസ്റ്റ് ആൻഡ് ക്രൂവിന് കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു, ബെസ്റ്റ് ഓഫ് ലക്ക് പറയുന്നു. നല്ലൊരു ഐഡിയ ആവാം. അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് കൂടിയുണ്ട്. ഓക്കെ, Q&A സെഷനിൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ ആർക്കും ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നമ്മൾ ആ സെഷൻ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ മന്ദാകിനി എന്ന ചിത്രത്തിന്റെ ഒരു ട്രെയിലർ ലോഞ്ചിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഒരു ചിത്രം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് സ്പൈർ പ്രൊഡക്ഷൻസ് ആണ്. അവരുടെ 4ാമത്തെ ചിത്രമാണ് എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മൾ ഇത്രയും വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മുഹൂർത്തത്തിൽ ഒരു അനൗൺസ്മെന്റ് കൂടെ ഞങ്ങൾ നടത്തിക്കോട്ടെ. നടത്തട്ടെ? സ്പൈർ പ്രൊഡക്ഷൻസ് നമുക്ക് നമ്മുടെ 5ാമത്തെ സിനിമ ഞങ്ങൾ അനൗൺസ് ചെയ്താലോ? പ്രൊഡ്യൂസർ സാർ, shall we do it? Yes, let's do it, ladies and gentlemen. ഇന്ന് ഈ ഒരു വേദിയിൽ വെച്ച് നിങ്ങൾ എല്ലാവരെയും സാക്ഷ്യം വഹിച്ച് സ്പൈർ പ്രൊഡക്ഷൻസ് ആൻഡ് പ്രൊഡ്യൂസർ സഞ്ജു ഉണ്ണിത്താൻ would like to announce his 5th film, 5ാമത്തെ സിനിമ. അതിന്റെ പേര് मैंने प्यार किया. मैंने प्यार किया എന്ന ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിന് വേണ്ടി can I please welcome back producer സഞ്ജു ഉണ്ണിത്താൻ, സ്പൈർ പ്രൊഡക്ഷൻസ്. വേദിയിലേക്ക് സ്വാഗതം. ഇവിടെ എല്ലാരും मैंने प्यार किया ആണോ? സാരെ ലോക് प्यार किया? എല്ലാരും പ്രണയിച്ചിട്ടുണ്ടോ? സഞ്ജുവിനെ കണ്ട അറിയാൻ കുറെ പ്രണയിച്ചിട്ടുണ്ടോ? അതിന്റെ ഒരു എക്സ്പീരിയൻസിലാണോ? അല്ല വെച്ച കളാ മിസ്റ്റർ കാതലൻ. मैंने प्यार किया എന്ന ഈ 5ാമത്തെ സിനിമ ചെയ്യാൻ പോവാണ്. അതിന്റെ അനൗൺസ്മെന്റ് നടത്താൻ പോവാണ്. അപ്പൊ സഞ്ജു തന്നെ നമ്മളുടെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരോടും ആ ചിത്രത്തിനെ കുറിച്ച് 2 വാക്ക് പറയാം. അതിന്റെ സംവിധായകരെ ഞാൻ വിളിക്കാം. ബിഫോർ ദാറ്റ് 2 words. എഗൈൻ ഒരു 10 വർഷമായിട്ട് ആഡ് ഫിലിമില് നല്ല പേര് നേടിയ ഫൈസലാണ് ഈ ചിത്രം ചെയ്യുന്നത്. ഫൈസലിനെ ഞാൻ ഇങ്ങോട്ട് സിനിമയുടെ സംവിധായകൻ ഫസീലുദ്ദീൻ വേദിയിലേക്ക് സ്വാഗതം. ഫൈസലിന്റെ ചിത്രമാണ് അതുപോലെ എഴുതിയിരിക്കുന്നത്. ഫൈസൽ, ഫസീലുദ്ദീൻ ആൻഡ് ഫൈസൽ ബഷീർ ആണ്. റൈറ്റർ ഫൈസലിനെ കൂടെ ഒരു ട്വിൻസ് ആണ്. അങ്ങനെ പടം കഴിയുമ്പോൾ നമുക്ക് ബ്രേക്ക് ചെയ്യാം. രണ്ടുപേരും ഫൈസൽ അല്ലെ, ഫസീലുദ്ദീൻ ആൻഡ് ബഷീർ. സ്വാഗതം. അദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്ലോട്ടാണ്. അതിൻ്റെ ഒരു മോഷൻ പോസ്റ്റേഴ്സ് വളരെ ഷോർട്ട് ടൈമിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി ഉള്ള സമയത്ത് ഒരു വേദി നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള ഒരു ചിന്തയിൽ പുള്ളി വളരെ ഷോർട്ട് ടൈമിൽ ചെയ്തതാണ് ഒരു മോഷൻ പോസ്റ്റർ. അത് നമ്മളിവിടെ പ്ലേ ചെയ്യാം. ഫൈസലിനോട് ഈ സിനിമയെ കുറിച്ച് എന്താണ് അനൗൺസ്മെന്റ് മാത്രമേ ആയിട്ടുള്ളൂ. ഡെഫിനറ്റ്ലി ഇതിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു വേദിയിൽ മന്ദാകിനിയുടെ ട്രെയിലർ വെച്ച് കഴിഞ്ഞു. ഈ ഒരു സിനിമയുടെ അനൗൺസ്മെന്റ് മുമ്പ് मैंने प्यार किया എന്ന സിനിമയിൽ നിന്നും എന്താണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് ഫൈസൽ പറഞ്ഞാൽ. നമ്മളൊരു 6 വർഷമായി കുറച്ച് സ്ക്രിപ്റ്റ് പരിപാടികളായിട്ട് പല പ്രൊഡ്യൂസറടുത്ത് സംസാരിച്ചിട്ടുണ്ട്. കുറെ പ്രോജക്റ്റ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കി. പക്ഷെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ബുധനാഴ്ച കഥ പറയുന്നു, വെള്ളിയാഴ്ച സിനിമ അനൗൺസ് ചെയ്യണമെന്ന് പറയുന്നു. ഞായറാഴ്ച സിനിമ അനൗൺസ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ അത് ആദ്യമാണ്. എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നിയില്ല, എന്തോ ചെയ്യേണ്ടതെന്ന് ഒരു സ്റ്റക്കായി പോയി. പക്ഷെ സഞ്ജുവേട്ടന്റെ പ്രൊഡക്ഷൻ അറിയാം, നന്നായിട്ട് അറിയാം. പടം ഒരു റോം കോം ത്രില്ലറാണ്. ഒരു സ്ഥിരം നമുക്ക് ഒരു കൊമേഴ്ഷ്യൽ പടമായിരിക്കും. കമേഴ്ഷ്യൽ പടമാണ്, റോം കോം ത്രില്ലറാണ്. ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ലെങ്കിൽ അതൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ ഫൈസലും? അത് സാരല്ല, കുറച്ച് കഴിയുമ്പോൾ സീരിയസ് ആയിക്കോളും. പ്രൊഡ്യൂസർ ഉണ്ടല്ലോ. ഫൈസൽ എന്താ പറയാനുള്ളത്?
നമസ്കാരം. അവർ എക്സൈറ്റ്മെന്റ് മാറിയിട്ടില്ല. അടുത്ത് പിടിക്കാവോ മൈക്ക്? മൈക്കൊന്ന് അടുത്ത് പിടിക്കാവോ? കേൾക്കുന്നില്ല. നമസ്കാരം. ഞാനും ആ എക്സൈറ്റ്മെന്റിലാണ്. എക്സൈറ്റ്മെന്റ് ഇതുവരെ മാറിയിട്ടില്ല. മലയാള സിനിമ വലിയൊരു മൊമെന്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു മൊമെന്റിൽ തന്നെ നമുക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയൊക്കെയാണ്. അപ്പോൾ അത് പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കിടിലൊരു പ്ലോട്ടാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. നോക്കാം. Yes, wishing you the very best. Also, I think Spire Productions and Sanjayന്റെ ഒരു കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അവര് മലയാള സിനിമയിൽ ഒരു അവരുടേതായ ഒരു പുതിയ ദിശയിലേക്ക് കൊണ്ടുപോകാൻ അവരുടേതായ ശ്രമം നടത്തുന്നുണ്ട്. പുതിയ പുതിയ കോൺസെപ്റ്റ്സ് ആണ്. അപ്പൊ നിങ്ങളുടെ ചിത്രത്തിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സബ്ജക്ട് വരട്ടെ, ഞങ്ങളെ കുറെ ചിരിപ്പിക്കട്ടെ. റൊമാൻറ്റിക് കോമഡി ആണെന്ന് പറഞ്ഞു. മെനെ പ്യാർ കിയ, അതിനെക്കാട്ടും വലിയൊരു ടൈറ്റിൽ പറ്റില്ല. ബിക്കോസ് ഇന്ത്യയിലോ എവിടെ പോയി പറഞ്ഞാലും ആൾക്കാർക്ക് ഫെമിലിയർ ആവുന്ന ഒരു പേരാണ്. അന്തകാലം മുതൽ ഇന്ന് വരെ അല്ലെ, സൽമാൻ ഖാൻ മുതൽ ദിലീപേട്ടൻ വരെ, ഇറ്റ് ഇസ് ഓൾ എവ്രിവെയർ. സോ ഇതിൽ നിന്ന് മറ്റൊരു മുഖം കാണട്ടെ അബൌട്ട് മെനെ പ്യാർ കിയ. നമുക്ക് അതിന്റെ മോഷൻ പോസ്റ്റർ റിലീസ് ചെയ്യാം. നിങ്ങൾ മൂന്നുപേരും കൂടെ ഒരുമിച്ച് അതൊന്ന് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവരും, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ദിസ് ഈസ് ദി ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആൻഡ് മോഷൻ പോസ്റ്റർ റിലീസ് ഓഫ് മെനെ പ്യാർ കിയ, ഡയറക്റ്റഡ് ബൈ ഫൈസൽ ഫസിലുദ്ദീൻ, റിട്ടൻ ബൈ ഫൈസൽ ആൻഡ് ഫൈസൽ. എങ്കിലും ഇവിടെ വന്നു ചേർന്നതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരും മെയ് 24 കാണുക, വിമർശിക്കുക, സ്നേഹം പ്രകടിപ്പിക്കുക. ഞങ്ങളിത് ഉണ്ടാക്കാൻ എന്തുമാത്രം സ്നേഹത്തിലാണോ ഞങ്ങൾ ഇത് മേക്ക് ചെയ്തേക്കുന്നത്, അത്രയും സ്നേഹം നിങ്ങൾക്കും കിട്ടട്ടെന്ന് ഞാൻ പറയുന്നത്. മെയ് 24. താങ്ക് യു സോ മച്ച്. Alright, ladies and gentlemen, thank you so much. Spire Productions ന്റെ 4ാമത്തെ ചിത്രം ഈ വരുന്ന മെയ് 24 തിയേറ്ററിൽ എത്തുന്നതായിരിക്കും. മന്ദാകിനി ഇവിടെ ഇതിന്റെ ട്രെയിലർ ലോഞ്ചിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും, എസ്പെഷ്യലി നമ്മളുടെ പ്രസ് അംഗങ്ങൾക്കും അതുപോലെ തന്നെ കാസ്റ്റ് ആൻഡ് ക്രൂ ആൻഡ് ഓൾ ദ പീപ്പിൾ ഹു മേഡ് ഇറ്റ് ഹിയർ, താങ്ക് യു സോ മച്ച്. ലഞ്ച് ഞങ്ങളെ കൂടെ തന്നെ കഴിച്ചിട്ട് മാത്രം തിരിച്ചു പോവുക. ഇൻ ദ മീൻ ടൈം എല്ലാവരെയും മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. അൽതാഫ്, താങ്ക് യു സോ മച്ച്. നാളെ പുതിയ സിനിമ തുടങ്ങുകയാണോ? അപ്പൊ എല്ലാവിധ ആശംസകളും. അതും പൊളിക്കൂ. ലവ്ലി ടു ഹാവ് യു ഹിയർ. എല്ലാവർക്കും താങ്ക് യു. അപ്പം കഴിഞ്ഞില്ലേ?